എല്ലാവർക്കും നമസ്കാരം. ആത്മീയമായ യാത്രയിൽ പോകുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. ആത്മീയ അന്വേഷകന്മാരായ ആൾക്കാർ. ഞാനും അത് തന്നെയാണ്, ആത്മീയ അന്വേഷകനാണ്. കുറേ അന്വേഷിച്ച് അന്വേഷണം നിർത്തി ചുമ്മാ ഇരിക്കുന്ന ആളാണ് ഞാനിപ്പോൾ. അപ്പോൾ അബദ്ധങ്ങളിൽ ഒരുപാട് പോയിട്ട് ചാടിയിരിക്കുന്ന ആൾക്കാർ ഉണ്ടാവും. ഞാനും ചാടിയിട്ടുണ്ട് ചെറിയ ചെറിയ അബദ്ധങ്ങളിൽ പറ്റിച്ചിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ ഹീൽ ചെയ്യാൻ വന്ന ഒരാളുടെ എക്സ്പീരിയൻസ് ഞാൻ മുഴുവൻ പറയണില്ല. പക്ഷേ അതിനെപ്പറ്റി നമുക്കങ്ങനെ ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷേ എന്നാലും അതിനെപ്പറ്റി എന്തെങ്കിലും ഞാൻ പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ. ചിലപ്പോൾ നമ്മളൊരു എവിടെയെങ്കിലും ഒരു വിസിറ്റായിട്ട് എവിടെയെങ്കിലും വലിയ വലിയ ആശ്രമങ്ങളിലൊക്കെ പോകും. ആശ്രമങ്ങൾ പോലുള്ള സ്ഥലങ്ങൾ പോലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ന സ്ഥലമൊന്നുമില്ല, ഒത്തിരി ഉണ്ട്. വലുതും ചെറുതൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ആംബിയൻസ് കണ്ടു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ഒരു ഗുരു ഉണ്ടാവും, അല്ലെങ്കിൽ കുറേ ശിഷ്യന്മാരുണ്ടാവും, അതിന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് തോന്നിയാണ് കൊള്ളാമല്ല സ്ഥലം. അപ്പോൾ നമുക്കൊന്നും കൂടി അവിടെ പോകാൻ തോന്നും, വീണ്ടും ഒന്നുകൂടിയും പോകും. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് മാറി അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ശാന്തി സമാധാനമൊക്കെ നമുക്ക് തോന്നും. എങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ തന്നെ കൂടിയാലോ, ഇവിടെ എന്താ സുഖം, അങ്ങനെ നമുക്ക് തോന്നും. അവിടെ ബാഹ്യമായ കുറേ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നുള്ളൂ. ആന്തരികമായ കുറേ സംഗതികളൊന്നും നമുക്ക് അന്നേരം കാണാൻ പറ്റില്ല. അങ്ങനെ പല ആൾക്കാരും ഇതിനകത്ത് അഡിക്ഷൻ വന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അത്തരം ആൾക്കാരും ഈ വീഡിയോ കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യില്ലെന്നറിയാം. എന്നാലും ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ നിങ്ങളൊന്ന് എന്തെങ്കിലും ഒരു കമൻ്റ് ഇട്ടാൽ അത് മറ്റുള്ളവർക്ക് ഉപകാരമാകും എനിക്ക് തോന്നുന്നു. കാരണം ഇത് പലരുടെ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഇത് പരസ്യമായിട്ട് ഞാനിങ്ങനെ പറയാറില്ല. ഈ ആത്മീയ അന്വേഷകന്മാർക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റാറുണ്ട്. ഒരുപാട് ആൾക്കാർ അവർ പറ്റിക്കാറുണ്ട്. അങ്ങനെ ചെയ്തുതരാം, ഇങ്ങനെ ചെയ്തുതരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പൈസ വാങ്ങുന്നു. ലാസ്റ്റ് പൈസയും പോകും, നമ്മുടെ മാനസികമായ പ്രയാസങ്ങളും കാര്യങ്ങളും നമുക്ക് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പോൾ ആശ്രമത്തിലേക്ക് പോയി താമസിക്കാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കാം എന്നുള്ള ചിന്തകൾ ഒരു സമയത്ത് നമുക്ക് വരികയാണ്. ചിലപ്പോൾ നമ്മളൊരു മിഡിൽ ഏജൊക്കെ ആകുമ്പോൾ 50-55 വയസ്സ്, അല്ലെങ്കിൽ കുറേ നമ്മുടെ കയ്യിൽ നമ്മൾ അത്യാവശ്യം പൈസയൊക്കെ സമ്പാദിച്ച് നമ്മൾ സെറ്റിലായ സമയത്തായിരിക്കുള്ളൂ ഈ ഒരു ചിന്തയിലേക്ക് നമ്മൾ വന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അപ്പോൾ അത്ര സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞിട്ട് നമ്മളവിടെ ചിലപ്പോൾ നമ്മളുടെ കുറേ പൈസയൊക്കെ കൊണ്ടുപോയി അവിടെ ഏൽപ്പിക്കുന്നു, നമ്മുടെ വീട് അങ്ങോട്ട് എഴുതി കൊടുക്കുന്നു, അങ്ങനെയുള്ള പണിയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്നിട്ട് ആശ്രമത്തിൽ പോയിട്ട് അവിടെ അന്തേവാസിയായിട്ട് കൂടുന്നു. ഒരു 1-2 കൊല്ലം കഴിയുമ്പോഴാണ് നമ്മൾ അന്വേഷിക്കുന്ന ഒരു ശാന്തി സമാധാനം അവിടെ ഇല്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള എന്താണ് അവിടെ നടക്കുന്നത്, അവിടുത്തെ ആളുകളുടെ രീതികൾ എന്താണ് എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാ ആശ്രമങ്ങളെയും കുറ്റപ്പെടുത്തി സംസാരിക്കാറില്ല കേട്ടോ. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നണ്ട. ഞാൻ ആരെയും കുറ്റപ്പെടുത്തി ഞാൻ സംസാരിക്കാറില്ല. ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ 1-2 സ്ഥലങ്ങളിൽ അനുഭവിക്കും ഞാനീ പറയണത്. എന്നാൽ ബാക്കിയുള്ളിടത്തൊക്കെ നല്ലതായിരിക്കും. അങ്ങനെ നിങ്ങളാരും എന്നെ കുറ്റപ്പെടുത്തരുത്. ഇത് സൂക്ഷിച്ച് പോവുക. അതായത് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ ആലോചിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഒരു പ്രിക്കോഷൻ എടുക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ നടക്കുന്നവർക്ക് സന്തോഷം ഉണ്ടെങ്കിൽ സന്തോഷം, ഒരു കുഴപ്പമില്ല. അപ്പോൾ അത്തരം ഒരു കേസിൻ്റെ അടുത്ത് വന്നപ്പോഴാണ്, അതായത് അദ്ദേഹം ഒരു 4-5 വർഷം ഒരു സ്ഥലത്ത് ഇതുപോലെ പോയി നിന്നു. അവിടെ പുള്ളിക്കാരന് പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളായപ്പോൾ അവിടെ നിന്ന് പോയിട്ട് വേറെ സ്ഥലത്തേക്ക് പോയി. അവിടെ പുള്ളിയുടെ എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെടുകയാണ്. കംപ്ലീറ്റ് പൈസയും നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തി. ഇദ്ദേഹം ഒരു പാപ്പരായി. അദ്ദേഹം വിദേശ രാജ്യത്ത് പോയി ഉണ്ടാക്കിയ സമ്പാദ്യങ്ങളും മുഴുവനും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ആ പൈസ മടക്കി വാങ്ങാൻ വേണ്ടിയിട്ട് പുള്ളി അവരുമായിട്ട് കോടതിയിൽ കേസ് വരെ എത്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു കക്ഷിയാണ് ഇന്ന് ഞാൻ ഹീൽ ചെയ്തത്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഒന്ന് പറയണമെന്ന് തോന്നി. ഇത് കേൾക്കുമ്പോൾ ഒത്തിരി ആൾക്കാർ എനിക്കെതിരായിട്ട് ഇതിലൊക്കെ ഒന്ന് കമൻ്റ് ഇടാനുള്ള സാധ്യതയുണ്ട്. ഇട്ടോളൂ, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതിൽ സത്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് ആരും പേടിയൊന്നുമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വേറൊരു തമാശയാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് ചെറായി എന്ന സ്ഥലത്താണ്. ചെറായി ബീച്ചിനടുത്താണ്. 1 കിലോമീറ്റർ പോയ ചെറായി ബീച്ചാണ്. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചെറായി ബീച്ചിൽ ആളുകൾ ടൂറിസ്റ്റുകളായിട്ട് വരും. ചിലപ്പോൾ മലയിൽ നിന്ന് തന്നെ ആൾക്കാരായിരിക്കും, കിഴക്കൻ മേഖലയിൽ നിന്ന് തന്നെ ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആലുവ വരുമ്പോൾ അവരപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും, തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരുണ്ടാവും. ഇവിടെ വന്ന് ബീച്ചെല്ലാം കണ്ടു കഴിയുമ്പോഴേക്കും ഇവിടെ എന്താ സുഖം, എന്താ രസം, ഇവിടെ ഒരു 10 സെൻറ്റ് സ്ഥലം മേടിക്കണം ഉടനെ തീരുമാനിക്കരുത്.
അപ്പോൾ അതിപ്പോൾ ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് 10 പേര് കൂടിയിട്ട് മേടിക്കാം എന്ന് പറയാം, അല്ലെങ്കിൽ 2 പേര് കൂടിയിട്ട് മേടിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ള ആൾക്കാരൊക്കെ ആയിട്ട് ടൈപ്പായി സംസാരിച്ച് കഴിയുമ്പോൾ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കൊടുക്കാറുണ്ട്. കുറേ സ്ഥലങ്ങളൊക്കെ നോക്കി അങ്ങനെ സ്ഥലം മേടിക്കാൻ. ഈ സ്ഥലം മേടിച്ച് കഴിയുമ്പോഴാണ് അടുത്ത അതിൻ്റെ ശരിക്കുള്ള പ്രശ്നങ്ങൾ വരുന്നത്. കാരണം ഇവിടെ ഈ CRZ എന്ന് പറഞ്ഞ ഒരു നിയമമുണ്ട്. ഈ കടലിനടുത്ത് ഈ ബിൽഡിങ്ങുകളൊന്നും പണിയാൻ പറ്റില്ല. ഇതൊന്നും അറിയാത്ത ആൾക്കാരാണ് ചാടി വീണ് ഇവിടെ സ്ഥലം മേടിക്കുന്നത്. സ്ഥലം മേടിച്ച് കഴിയുമ്പോഴാണ് ഇത് പണിയാൻ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. പിന്നെ അതിനുള്ള സാങ്കേതികമായ വേറെ കുറേ ബുദ്ധി ഉപദേശിക്കുന്ന ആൾക്കാരുണ്ട്. അതെങ്ങനെ പണിയാന്നുള്ളത് വേറെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അത് അങ്ങനെയൊക്കെയാണ് പണിയുന്നത്. ടെമ്പററി നമ്പറൊക്കെ ചെയ്തിട്ടിടുന്ന പണിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ആണ് മിക്ക ബിൽഡിങ്ങുകളും കടപ്പുറത്ത് നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും പൊളിച്ച് കളയേണ്ട അവസ്ഥയിലാണ്, ആ ഒരു എഗ്രിമെൻറ്റിലാണ് ബിൽഡിങ്ങുകൾ വലുതും പണം വെച്ചേക്കുന്നത്. അത് പൊളിച്ച് കളയില്ല എന്നുള്ള വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. പിന്നെ ടൂറിസമാണ്, ഗവൺമെൻറ് അതിനെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ കൂടി അതിനെ സമീപിക്കില്ല എന്നുള്ള ഒരു സംഗതി കൂടി അതിൻ്റെ പുറകിലുണ്ട്. പക്ഷേ പിന്നീടാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇത് ഈ ചെറിയൊരു സാധനം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇവർ അകലേക്ക് എടുക്കുന്ന ആളുകൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടിലായിരിക്കും. അതവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ചെറിയ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ വരുമാനത്തേക്ക് ഉള്ളിൽ ചിലവാകും. വലിയ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യണം, ചെറിയ പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യണം, ഒരേപോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ സാധനം പയ്യെ ഒരു വിൽക്കാനിടും, വിറ്റ് കളയാതിരിക്കും. അപ്പോൾ വിറ്റ് കളയാനിടുമ്പോൾ ഇതിന് വില ഉണ്ടാവില്ല. അതായത് ആൾക്കാർ ചവിട്ടി താത്തി ആ സാധനം മേടിക്കാനായിട്ട് നോക്കും. അപ്പോൾ കിട്ടിയ കാച്ചിൻ്റെ സാധനം തലേന്ന് ഒഴിച്ച് അവർ പോവുകയും ചെയ്യും. ഇതാണൊരു സംഭവം നടക്കുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ സ്പിരിച്വാലിറ്റിയിലും വരുന്നത്. ഇതേപോലെ പോയി അവിടെ പോയിട്ട് നിൽക്കുന്ന ആളുകൾ കുറേ കഴിയുമ്പോൾ അവിടെ മടുപ്പാവും. കാരണം നമ്മൾ അന്വേഷിക്കണ ആ ആത്മീയത അവിടെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആത്മീയപാതയിൽ സഞ്ചരിക്കണമെങ്കിൽ നിങ്ങൾ തനിയെ സഞ്ചരിക്കണം. നിങ്ങൾ ഇതുപോലുള്ള ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് താമസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആത്മീയ വിരോധി ഉണ്ടാവില്ല. അത് ഒരു സംശയമില്ലാത്ത നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ. ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്ന ആരെങ്കിലും ആത്മീയ വിരോധിയായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവേക്കണിംഗ് ആയിട്ടോ കുണ്ടലിനി അവേക്കണിങ്ങോ അല്ലെങ്കിൽ വേറൊരു ഹയർ ലെവലിലേക്ക് ഉയർന്നു വെക്കണ ആൾക്കാരാരെങ്കിലും ഉണ്ടെന്ന് നോക്കിക്കോ. നിങ്ങൾക്ക് ഒരാളെ പോലും കാണാൻ പറ്റില്ല. കാരണം അവിടുത്തെ ആംബിയൻസും അവിടുത്തെ എനർജിയും അതല്ല, കമേഴ്ഷ്യലായിട്ടുള്ള എനർജിയാണ് മിക്ക സ്ഥലങ്ങളിൽ ഞാൻ കണ്ടേക്കണത്. ഞാൻ കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, ഇത് പല സ്ഥലങ്ങളിൽ പോയി വിസിറ്ററായിട്ട് പോകാറുണ്ട്. പക്ഷേ അവിടെ ഒന്നും എനിക്ക് ആ ഒരു സ്പിരിച്വൽ എനർജിനെ കാണാൻ പറ്റിയിട്ടില്ല. ആളുകൾ ഭയങ്കര കംപ്രസ്ഡാണ്, അല്ലെങ്കിൽ ആളുകളുടെ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ടെൻഷനാണ് ആൾക്കാരുടെ മുഖത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അവിടുത്തെ അന്തേവാസികളായാലും അവിടെ വരുന്ന ആൾക്കാരാണെങ്കിലും. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയണില്ല, കാരണം ആളുകളെ കൂടുതൽ കുറ്റം പറഞ്ഞ് വിമർശിച്ചു എന്നുള്ള ചീത്തപ്പേര് എനിക്ക് വരും. അതുകൊണ്ടാണ്. നിങ്ങൾ അങ്ങനെയുള്ള ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകാന്തമായ സ്ഥലങ്ങളിലോട്ട് പോവുക. നിങ്ങൾ ഏതൊരു കാട്ടുപ്രദേശത്തേക്ക് പോവുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിട്ടൊരു പുഴയുടെ സൈഡിൽ പോയിരിക്കുക, കടൽ സൈഡിൽ പോയിരുന്ന് ധ്യാനം ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളൊന്നും പറ്റില്ല, നിങ്ങളുടെ വീടിനകത്തൊരു മുറിയിൽ അടച്ചിട്ട് ഒറ്റയ്ക്കിരുന്ന് ധ്യാനം ചെയ്യുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ ആ പോകുന്നതിനേക്കാളും 4 ഇരട്ടി ബെനിഫിറ്റ് കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സമാധികളിൽ പോവുക, വലിയ വലിയ യോഗികളുടെ സമാധികളിൽ പോയിരുന്ന് ധ്യാനം ചെയ്യുക, ക്ഷേത്രങ്ങളിൽ പോയിരുന്ന് ധ്യാനം ചെയ്യുക. ഇതാണ് വേണ്ടത്. കുറേ ആളുകൾ കൂടുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ആശ്രമത്തിലേക്ക് വരുന്ന ആളുകൾ പൊതുവേ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ് ഈ മിക്കവരും ആശ്രമത്തിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ നെഗറ്റീവ് എനർജി ആയിരിക്കും കൂടുതൽ. കാരണം അത്തരം സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ ആൾക്കാർ, അല്ലെങ്കിൽ അതേപോലത്തെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയാണ് ഞാൻ കൂടുതലും കണ്ടേക്കണത്. അല്ലാത്ത ആൾക്കാരും ഉണ്ടാവുമായിരിക്കോട്ടെ, അല്ലാത്ത ആൾക്കാരും ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഞാൻ കണ്ടേക്കണത് അങ്ങനെയാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്, എൻ്റെ ഒരു അറിവാണ് ഞാൻ പറയുന്നത്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ആരെങ്കിലും ഒരു ഹർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാനിത് പറയുന്നത്. അതുപോലെ നിൽക്കുന്ന ആൾക്കാർക്ക് സന്തോഷമുണ്ടെങ്കിൽ എനിക്ക് അത്രയും സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇതിങ്ങനൊരു കേസ് ഞാൻ ചെയ്തപ്പോൾ, ഒരു അനുഭവം കിട്ടിയപ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നിയുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യണം. അപ്പോൾ അത്തരം ആളുകൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആത്മീയ പുരോഗതി നിങ്ങളിൽ തന്നെ വർക്ക് ചെയ്യുക. ഒരാൾക്കും നിങ്ങളുടേതായ ആത്മീയ പുരോഗതിയിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് ആർക്കും സാധിക്കില്ല എന്നുള്ളൊരു തത്വമുണ്ട്. അത് റിയാലിറ്റിയാണ്. ഇപ്പോൾ എനിക്കാണെങ്കിൽ പോലും ഞാനൊരു ഗുരുവൊന്നുമല്ല, സാധാരണക്കാരനായ മനുഷ്യനാണ്. പക്ഷേ എനിക്ക് ദൈവം ഇങ്ങനെ കഴിവ് തന്നിട്ടുണ്ട്, നിങ്ങളെ നെഗറ്റീവ് മാറ്റാനുള്ളൊരു സിദ്ധി. അത് മാത്രമേ എനിക്കുള്ളൂ. അതെനിക്ക് ചെയ്തു തരാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ ആ ഒരു അവേക്കണിങ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ദൈവം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിരുന്നാലും അതൊന്നും ഞാൻ പുറത്തേക്ക് എടുത്തിട്ടില്ല. പക്ഷേ നിങ്ങൾ സ്വയം ആർജിക്കേണ്ടതാണ്. നിങ്ങൾ ജപങ്ങൾ ചെയ്ത് ധ്യാനങ്ങൾ ചെയ്തിട്ടാണ് ആർജിക്കേണ്ടത്. ആ ഒരു അൾട്ടിമേറ്റ് ലെവലിലേക്ക് എത്തുമ്പോഴാണ് അവിടെ നിങ്ങൾക്ക് ഈ മറ്റുള്ള കാര്യങ്ങളോട് പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ആർക്കൊന്നും നിങ്ങൾ സഹായിക്കാൻ പറ്റില്ല. ഈ തത്വം നിങ്ങൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. ഇപ്പം ജനങ്ങൾ ഞാൻ നോക്കുമ്പോൾ ആളുകൾ ഓടിപ്പാഞ്ഞ് നടക്കുകയാണ് പ്രശ്നങ്ങളായിട്ട്. ഇത്രയധികം നെഗറ്റിവിറ്റി അടുത്ത കാലത്തെങ്ങും ഞാൻ കണ്ടിട്ടില്ല. അതായത് പണ്ടുമൊക്കെ ഇതൊക്കെ എല്ലാം ഉണ്ട്, പക്ഷേ ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. എന്തോരം ആൾക്കാരാണെന്നറിയാമോ ഇങ്ങനെ ഓടി അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, ആ അമ്പലത്തിൽ പോകുന്നു, ഈ അമ്പലത്തിൽ പോകുന്നു,
ഒരു പൂജാരി അടുത്ത് പോകുന്നു, വേറെ പൂജാരി അടുത്ത് പോകുന്നു, ഇങ്ങനെ ഒരുപാട് പൈസ ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ റിസൾട്ടൊന്നും കിട്ടുന്നില്ല. ഇത് വല്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ ഇന്ന് ഈ ചോദ്യത്തിനോട് ഒരാൾ ചോദിച്ചാണ്, എന്തുകൊണ്ടാണ് സാറേ ഇങ്ങനെയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് അറിയാൻ പാടില്ല, കലികാലത്തിൻ്റെ മൂർധന്യാവസ്ഥയായിരിക്കും എന്ന് ഞാൻ കരുതുന്നു എന്ന് ഞാൻ പറഞ്ഞു. കാരണം എനിക്കിത് പറയാമെന്ന് പറഞ്ഞുകൂടാ അതിനെപ്പറ്റിയൊന്നും. പക്ഷേ സംഗതി ശരിയാണ്. ഡെയിലി എനിക്കൊരു 20 മെസ്സേജെങ്കിലും വരും ഇതേപോലത്തെ ഓരോരോ പ്രശ്നങ്ങളായിട്ടുള്ള 20 പേര് എൻ്റെ വാട്സാപ്പിൽ ചുരുങ്ങിയത് മെസ്സേജ് അയക്കും. ചിലപ്പോൾ ഒരു 10 പേര് 15 പേര് മെസ്സേജ് അയക്കും. അതിൽ ചിലർ ചെയ്യാൻ വരും, ചിലർ എൻക്വയറി മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലർ ഫോട്ടോ റീഡിങ്ങിന് വേണ്ടി മാത്രം വന്നവരുണ്ട്. എനിക്കതൊന്നും പ്രശ്നമല്ല. സമയമുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ. പക്ഷേ നിങ്ങളത് വിഡ്ഢികളാവരുതെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട സമയവും പണവും കളഞ്ഞിട്ട് മാനസിക പ്രശ്നത്തിലേക്ക് നിങ്ങൾ പോകരുത്. അപ്പോൾ നിങ്ങളിലേക്ക് തന്നെ നോക്കുക. ഒരു കണ്ണാടി വെച്ചിട്ട് നോക്കണമല്ല, ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്നുള്ളത്. അങ്ങനത്തെ നിങ്ങളെ പ്യൂരിഫിക്കേഷൻ ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്നതൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ പോയിട്ട് അവിടെ ഇരുന്ന് ധ്യാനം ചെയ്ത് നിങ്ങളുടെ നെഗറ്റീവിനോട് ഇറക്കുക. നെഗറ്റീവ് ഇറക്കുന്ന സ്ഥലങ്ങളുണ്ട്, പല അമ്പലങ്ങളുണ്ട്, അവിടെയൊക്കെ പോവുക. ഞാൻ വീഡിയോസൊക്കെ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ. വേണമെങ്കിൽ ഇനി അടുത്ത സെറ്റിൽ വേണമെങ്കിൽ ഒന്നുകൂടി ഞാൻ ഇതൊക്കെ പറയാം. കഴിഞ്ഞ വീഡിയോയിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ നെഗറ്റീവ് എങ്ങനെ കളയാമെന്നുള്ളതിനെ പറ്റി വീഡിയോസ് ഒന്നുകൂടി ചെയ്യണം. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഒരു 2-3 പാർട്ടായിട്ട് ഓരോ സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് പറ്റിയ ഏരിയയിൽ ഏതൊക്കെ അമ്പലങ്ങളിൽ പോയിട്ട് എന്തെല്ലാം വഴിപാട് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ പൂജകൾ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയൊക്കെ നിങ്ങളുടെ ഓൺ മെത്തേഡിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം, എനിക്കറിയാവുന്നത്. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. നോക്കി പോവുക, മുന്നോട്ട് പോവുക. ഇത്തരം സംഗതികളിൽ ചെന്ന് നിങ്ങൾ പെടാതിരിക്കുക. ജെന്യൂനായിട്ടുള്ള സ്ഥലമാണെന്ന് ഉറപ്പിച്ചിട്ട് നിങ്ങൾ പോയിക്കോ, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ എനിക്ക് ജെന്യൂനാണെന്ന് തോന്നിയ സ്ഥലം ഞാൻ പറഞ്ഞുതരാം. വേദാദ്രി മഹർഷിയുടെ ഒരു ആശ്രമമുണ്ട് തമിഴ്നാട്ടിൽ. നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് പൊള്ളാച്ചിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു സ്ഥലമുണ്ട്, ഒരു പുഴയൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം. ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ടെമ്പിൾ ഓഫ് കോൺഷ്യസ്നസ്, നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ നമുക്ക് കാണാം. ടെമ്പിൾ ഓഫ് കോൺഷ്യസ്നസ്. അത് വേദാദ്രി മഹർഷിയുടെ ആശ്രമമാണ്. അവിടെ ഞാൻ പോയിട്ട് എനിക്ക് ഒരു ഗുഡ് ഫീലിംഗ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ രീതികളും കാര്യങ്ങളും ഒക്കെ ഭവ്യതയെല്ലാം ഒരു നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് പോകുന്ന ഒരു ഇതാണ്. അവരുടെ സിംപ്ലിഫൈഡ് കുണ്ടലിനി യോഗ എന്ന് പറയുന്ന പരിപാടി പഠിപ്പിക്കുന്നുണ്ട്. നല്ലതാണ്. പിന്നെ അങ്ങേരുടെ സമാധി സ്ഥലമുണ്ട്, അങ്ങനെ കിടന്നുറങ്ങിയിരുന്ന മുറിയുണ്ട് മഹർഷി. അവിടെയൊക്കെ ചെന്നാലുണ്ടല്ല എന്താ ഒരു വൈബ്രേഷൻ അറിയോ. നിങ്ങൾ പോകാത്തവർ പോകണം കേട്ടോ അവിടെ. അത് ജെന്യൂനായിട്ടുള്ളൊരു സ്ഥലമാണ്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുകയാണ്. ഞാനവിടെ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ എനിക്കും തോന്നി ഇവിടെ ഒന്ന് താമസിക്കണമെന്നൊക്കെ എനിക്ക് തോന്നിയെങ്കിൽ ഞാനവിടെ കുറച്ച് നേരം ധ്യാനം ചെയ്ത് മടങ്ങിപ്പോകും. പക്ഷേ നമ്മൾ ഫുൾ ചാർജായി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും. അപ്പോൾ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ വഴി പോവുക. അതായത് നമ്മൾ പൊള്ളാച്ചിയിൽ നിന്ന് നമ്മൾ വാൽപ്പാറയ്ക്ക് ഒക്കെ പോകുന്ന ആ വഴിയാണെന്ന് തോന്നുന്നു. വാൽപ്പാറ ഇങ്ങനെ ഹൈ റേഞ്ച് കയറി ഇങ്ങനെ ആ കയറ്റം തുടങ്ങിക്കഴിഞ്ഞാലുള്ള ആ ഭാഗത്ത് തന്നെയാണ് ഈ സ്ഥലം. ഒരു ആളിയാർ എന്ന് പറയും ആ സ്ഥലത്തിൻ്റെ പേര്. ആളിയാർ ഡാമുണ്ട്. ആളിയാർ ഡാമിൻ്റെ നേരെ അടുത്ത് തന്നെയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ആശ്രമം. ഒരു സൈഡിൽ വലിയൊരു മലയും അപ്പുറ സൈഡിൽ ഈ പറഞ്ഞ ഒരു പുഴയുമാണ്, ഒരു ഡാമാണ്. അതൊരു ഭയങ്കര ഇതായിട്ടുള്ളൊരു പവർഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ മഹർഷി എനിക്ക് തോന്നുന്നത് ഇനി മലയുടെ മുകളിലൊക്കെ പോയിട്ട് അവിടെ എല്ലാം ഗുഹകളിലൊക്കെ പോയിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നണം. അവിടെ അങ്ങനെ ഒരാൾ പറയാനായിട്ട്. പക്ഷേ എനിക്ക് തമിഴ് അത്ര വശമില്ലാത്തതുകൊണ്ട് അത്രയും അങ്ങനെ ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റിയില്ല. എൻ്റെ തമിഴായിട്ട് ആൾക്കാർ തന്നെ ഓടിച്ചിട്ടിരിക്കും, അത്ര മോശമാണ് തമിഴ്. അപ്പോൾ ഞാനത് ആ ഒരു വിധത്തിൽ കുറച്ചൊക്കെ ചോദിച്ചിങ്ങനെ മനസ്സിലാക്കിയപ്പോഴാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരാൾ പറഞ്ഞിങ്ങനെ ആ മലയുടെ മുകളിൽ ഗുഹകളുണ്ടെന്നൊക്കെ പറഞ്ഞു. അതെന്തോ അത്ര എനിക്ക് മനസ്സിലായുള്ളൂ. അപ്പോൾ ആരെങ്കിലും അവിടെ പോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, അവിടെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ അതിൻ്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം നമ്മുടെ കമൻറ്റ് ബോക്സിൽ. മറ്റുള്ളവർ കൂടി അറിയട്ടെ ആ ഒരു ആശ്രമത്തെ പറ്റി. അവിടെ വളരെ സിമ്പിളാണ്. വേദാദ്രി മഹർഷി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, സമാധി അയാളാണ്. പക്ഷേ റീസെൻ്റായിട്ട് ഉണ്ടായിരുന്നതിൽ നല്ലൊരു സ്പിരിച്വൽ പേഴ്സണായിട്ട് എനിക്ക് തോന്നിയത് ഈ വേദാദ്രി മഹർഷിയാണ്. അപ്പോൾ എല്ലാവർക്കും അവിടെ പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.